എന്റെ അമ്മയെയും എന്റെ ആദ്യ ഭാര്യയെയും കൊല ചെയ്യും, വധിച്ചിരിക്കുമെന്ന് ബോർഡ് വെച്ച്, ഫ്ലക്സ് ബോർഡ് വെച്ച് അനൗൺസ് ചെയ്ത് എല്ലാ മാധ്യമ പരസ്യവും ചെയ്ത് മാത്രമേ കാര്യങ്ങളിലോട്ട് പോകൂ. ഞാൻ അത്ര മണ്ടൊന്നുമല്ല. ഞാൻ ചെയ്യേണ്ട എല്ലാ പരിപാടികളും ചെയ്യും. ചില എന്താണ് കഷായം ഒക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും അല്ല, ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലാതായാൽ ചിലപ്പോൾ അവൾ കുറ്റവാളിയായി തീരും. അത് വളരെ സെക്സിസ്റ്റ് ആയിട്ടുള്ള വുമൻ ഒബ്ജക്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു ടീച്ചറാണ് പുറത്തുവിട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് WCC പ്രതികരിക്കാത്തത്? ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് പല ചർച്ചകളും നടന്നു. ഗീതു മോഹൻദാസ് ഇപ്പോഴും ഞങ്ങളുടെ വളരെ ഇമ്പോർട്ടന്റ് മെമ്പർ തന്നെയാണ്. ഈ സെക്സിസ്റ്റ് ട്രെയിലേഴ്സ് ഗീതു മോഹൻദാസ് മാത്രമല്ലല്ലോ സെക്സിസ്റ്റ് ട്രെയിലർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹലോ ഗൈസ്, നമസ്കാരം. ഈ ഭയങ്കരമായിട്ട് ഈ ഫെമിനിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഉദാത്തമായിട്ടുള്ളൊരു മാതൃകാപരമായ ആശയത്തിനെ നമ്മൾ പല ആണുങ്ങൾക്ക് വെറുപ്പ് തോന്നാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് അതിനകത്ത് നിൽക്കുന്ന റാഡിക്കൽ അഥവാ ഏറ്റവും തീവ്രമായിട്ടുള്ള ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന പുരുഷ വിരോധികൾ കാരണമാണ്. അതേപോലെ തന്നെ ഇവിടെ മെൻസ് അസോസിയേഷൻ എന്നുള്ള സാധനം, ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന പേര്, അതായത് ഈ കേരളത്തിലുള്ള മുഴുവൻ ആണുങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സംവിധാനം എന്നൊക്കെ പറച്ചില്, അതിൻ്റെ അകത്ത് തലതൊട്ടപ്പനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വട്ടിയൂർക്കാവ് അജിത് കുമാർ. ഇത് എനിക്ക് മുടിയുണ്ട് കേട്ടോ, പക്ഷേ ഈ പറയുന്ന വട്ടിയൂർക്കാവ് അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന സ്ത്രീ വിരുദ്ധതയും അതുപോലെ തന്നെ സ്ത്രീകളെ മൊത്തം അങ്ങ് അടച്ചാക്ഷേപിക്കുന്നത്. നമുക്കൊരു അമ്മയുണ്ട്, സഹോദരിയുണ്ട്, അവരെ ബഹുമാനിക്കുന്നവരാണ് നമ്മൾ അതോടൊപ്പം തന്നെ ഈ അനാവശ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ നിയമനിർമ്മാണമോ മറ്റുള്ള കാര്യങ്ങളോ വരണം. അതോടൊപ്പം തന്നെ നമ്മുടെ നീതി നിഷേധിക്കപ്പെടുന്ന പുരുഷവർഗത്തിൽപ്പെട്ടവർക്ക് നീതി ലഭിക്കണം. അതിനപ്പുറം സ്ത്രീ വിരുദ്ധതയും സ്ത്രീകളെ മൊത്തത്തിൽ അങ്ങ് മുച്ചൂട് മുടിക്കുകയും കൊലവിളിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനെ പിടിച്ച് ഇതിന്റെ മുകളിൽ കൊണ്ടിരുത്തിയിട്ട് ഇത് മെൻസ് അസോസിയേഷൻ ആണ്, ആണുങ്ങളെല്ലാം ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ? ഞങ്ങൾക്ക് എല്ലാവർക്കും സ്ത്രീകളോട് വെറുപ്പും അവജ്ഞയും അല്ലെങ്കിൽ ദേഷ്യമൊന്നുമില്ല. ചില ഫെമിനിസ്റ്റുകൾക്ക് അങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പുരുഷന്മാരെല്ലാം സ്ത്രീകളെ മോശക്കാരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരല്ല. ഇയാള് ഈ വട്ടിയൂർക്കാവ് അജിത് കുമാർ കഴിഞ്ഞ ദിവസം അയാളുടെ ഒരു വാട്സാപ്പ് ചാറ്റിന്റെ അകത്ത് പറയുന്നത് അയാളുടെ അമ്മയും അയാളുടെ മുൻ ഭാര്യയൊക്കെ കൊല്ലണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതൊക്കെ ഉണ്ടെന്ന് കേട്ടു നോക്ക്. എന്റെ കയ്യിൽ ഈ പറഞ്ഞ കാശ് വന്നു കഴിഞ്ഞാൽ 10 ദിവസത്തെ, അതുവരെ എനിക്ക് സമയം കൊടുക്കാൻ പറ്റില്ലല്ലോ, ആ കാശ് വന്നു കഴിഞ്ഞാൽ 10 ദിവസം സമയം കൊടുക്കും. വട്ടിയൂർക്കാവ് ജംഗ്ഷനിലും എന്റെ സ്ഥലമായ മൂന്നാമൂട് ജംഗ്ഷനിലും എന്റെ അമ്മയുടെ വീട്, എന്റെ ആ കുടുംബ വീടിന്റെ ഫ്രണ്ടിലും ഫ്ലക്സ് വെച്ച് പറയും, ഇന്ന ആളിനെയും എന്റെ അമ്മയെയും എന്റെ ആദ്യ ഭാര്യയെയും കൊല ചെയ്യും, വധിച്ചിരിക്കുമെന്ന് ബോർഡ് വെച്ച്, ഫ്ലക്സ് ബോർഡ് വെച്ച് അനൗൺസ് ചെയ്ത് എല്ലാ മാധ്യമ പരസ്യവും ചെയ്ത് മാത്രമേ കാര്യങ്ങളിലോട്ട് പോകൂ. ഞാൻ അത്ര മണ്ടൊന്നുമല്ല. ഞാൻ ചെയ്യേണ്ട എല്ലാ പരിപാടികളും ചെയ്ത് മാത്രമേ ചെയ്യൂ. പോലീസ് സ്റ്റേഷനിൽ എന്തുകൊണ്ട് ഈ പറഞ്ഞ തലയ്ക്ക് ഓളമാണോ? അതായത് സ്വന്തം അമ്മയെയും ആദ്യ ഭാര്യയൊക്കെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഫ്ലെക്സ് ബോർഡ് വെച്ചതിന് ശേഷം ചെയ്യുമെന്ന്. ഈ പുള്ളി ഇരിക്കുന്ന ഒരു പദവി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം അലങ്കരിക്കുന്ന സാധനം ഈ നമ്മുടെ മെൻസ് അസോസിയേഷൻ എന്നാണ്. ഞാൻ ഇപ്പൊ കാണുന്ന ആണുങ്ങളടക്കം എല്ലാ ആൾക്കാരും പുരുഷ സമൂഹത്തിനെല്ലാം കേന്ദ്രീകരിക്കുന്നു, സ്വയം പ്രഖ്യാപിക്കുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർ ചില മതത്തിന്റെ ജാതിയുടെയൊക്കെ വക്താക്കൾ, ചില സംഘടനകളാണെന്ന് പറയുന്നത് പോലെ ഇവരാണ് ഇവിടുത്തെ ആണുങ്ങളുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്തു എന്നുള്ള രീതിയാണ്. ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഇപ്പോൾ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. അതായത് ഈ ഹണി റോസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിനെതിരെ വന്നൊരു കാര്യവും നിലവിൽ പല ആൾക്കാർക്കെതിരെ വന്നിട്ടുള്ള വ്യാജ പരാതികളൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങൾക്കെതിരെ പുരുഷന്മാരിൽ നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇവിടെ പ്രത്യേകിച്ച് നിയമങ്ങളോ അവർക്ക് പോകാൻ വേറെ ഇടങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ബാലാവകാശ കമ്മീഷൻ ഉള്ളതുപോലെ, അതുപോലെ തന്നെ ഇതര ജെൻഡേഴ്സിന് സംഘടനകളും അല്ലെങ്കിൽ അസോസിയേഷൻസ് ഒക്കെ ഉള്ളതുപോലെ ഒരു മെൻസിന് വേണ്ടിയിട്ടുള്ള സമയം ഒരു നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ വരണം. കാരണം ഒരുപാട് പ്രിവിലേജ് കാരണം നിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല സ്ത്രീകളും അതിനെ വളച്ചൊടിക്കുന്നുണ്ട്. ഒരുപാട് കാലത്ത് പ്രണയത്തിന് ശേഷം നിഷേധിക്കപ്പെടുന്ന ഒരാൾ വിഷം കൊടുത്തു വന്നു കഴിഞ്ഞാൽ, അല്ല എന്തെങ്കിലും കാരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ വരെ അതിജീവിതയാക്കി മാറ്റുന്ന ഒരു പ്രത്യേക സമൂഹം നമ്മുടെ ചുറ്റുപാടുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കാട്ടിലപ്പുറം ഈ ഫെമിനിസം എന്ന് പറയുന്ന ആശയത്തിന്, മഹത്തായ ആശയത്തിന് അതിന്റെ ചുവട് പിടിക്കുന്നവർക്ക് എല്ലാവർക്കും തീവ്രമായിട്ടുള്ള പുരുഷ വിരോധം നമ്മുടെ സമൂഹത്തിൽ നിറയുകയാണ്. ആൺ വിരോധം കൊണ്ട് നിറയുന്ന ഈ ഒരു സാധനങ്ങളെ ചെറുക്കുക തന്നെ വേണം എന്ന് വച്ചുകൊണ്ട് മെൻസ് അസോസിയേഷനിൽ ഇരിക്കുന്നവർ ഈ കപട ഫെമിനിസ്റ്റുകൾ കാണിക്കുന്ന അതേ പരിപാടി ഈ മെൻസ് അസോസിയേഷന്റെ ഒക്കെ മുകളിൽ വന്ന് ഇയാളെ പോലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇവരും തമ്മിലൊരു എന്താ വ്യത്യാസം? ഈ വ്യക്തിയുടെ സ്വഭാവം, ഈ വ്യക്തിയുടെ രീതിയും വെച്ചിട്ട് ഇയാൾക്ക് ഇതിന്റെ ചുമതലപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേൽഭാഗത്ത് ഇരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ ആ 24 ചാനലിൻ്റെ അകത്ത് ജനകീയ കോടതിക്കകത്ത് ഇയാളൊക്കെ എന്തൊക്കെ വിവരക്കേടാണ് വിളിച്ചു പറയുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകളെ ഇയാൾ കണ്ണെടുത്ത കണ്ടുകൂടാ.
നമുക്ക് സ്ത്രീകളെ നമുക്ക് വെറുക്കാൻ പറ്റുമോ? നമ്മൾ എന്തിനാണ് സ്ത്രീകൾ വെറുക്കേണ്ടത്? തെറ്റുകാരികളായിട്ടുള്ള സ്ത്രീകൾ, തെറ്റുകാരന്മാരായിട്ടുള്ള പുരുഷന്മാർ, ഈ തെറ്റുകാരായിട്ടുള്ളവർക്കെതിരെ നമ്മൾ സംസാരിച്ചാൽ മതി. അല്ലാതെ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ഒരു സ്ത്രീകളെ മുഴുവൻ അങ്ങ് നമുക്ക് വേണ്ട, അല്ലെങ്കിൽ പുരുഷന്മാരെ മുഴുവൻ നമുക്ക് വേണ്ട എന്നുള്ളൊരു പരിപാടിയൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് കാരണം ഈ സ്ത്രീപക്ഷപാതികൾ എന്ന് പറയുന്നവർക്കിടയിലുള്ള പുരുഷ വിരോധികൾ കാരണമാണ് ഫെമിനിസം പോലും ഇന്ന് ആൾക്കാരുടെ ഇടയിൽ ഒരു വല്ലാത്ത രീതിയിൽ സംശയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്, നല്ല ഫെമിനിസ്റ്റുകൾക്ക് പോലും കളങ്കം ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള കുറെ ആൾക്കാർ അവിടെ ഉണ്ട്. അതിനെക്കാട്ടിൽ അപകടകരമാണ് ഈ വട്ടിയൂർക്കാവ് അജിത്തിനെ പോലുള്ള ചില ആൾക്കാർ. നമ്മൾ കൊടുത്തതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഇന്ന് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അതാരും പുറത്തു പോലും അറിയില്ല. പക്ഷെ ഇത് ഞാൻ മാധ്യമങ്ങളെല്ലാവരും അറിയും, പോലീസുകാരറിയും, മുഖ്യമന്ത്രി വരെ അറിയും. എല്ലാ തലത്തിലും അറിയിച്ച് മാത്രമേ 10 ദിവസത്തെ സമയം കൊടുത്ത് മാത്രമേ ഈ സംഭവം ചെയ്യും. നല്ല കേരളം കത്തി നിൽക്കുന്ന ഒരു ചർച്ചയാക്കിയിട്ട് ഞാൻ എൻ്റെ അമ്മയും എൻ്റെ പഴയ ഭാര്യയും കൊന്നിരിക്കും. ഇതാണ് നടക്കുന്നത്. ഈ അമ്മയും പഴയ ഭാര്യയെ കൊന്നിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മെൻസ് അസോസിയേഷന്റെ തലപ്പത്ത് ഒരുത്തൻ ഇരിക്കുവാണെങ്കിൽ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് സമൂഹത്തിന്റെ അകത്ത്? നമ്മുടെ സ്ത്രീകളെ മൊത്തത്തിൽ കൊല്ലണമെന്നാണോ? അല്ല നമ്മുടെ സ്ത്രീകൾ മൊത്തത്തിൽ നമ്മൾ വെറുക്കണമെന്നാണോ? പുരുഷന്മാർക്കിടയിൽ, അതായത് ഈ റാഡിക്കൽ ഫെമിനിസ്റ്റ് അതിന്റെയൊക്കെ തീവ്രമായ അവസ്ഥയിൽ ഉച്ചസ്ഥായി നിൽക്കുന്ന ചില ഫെമിനിസ്റ്റുകളുണ്ടല്ലോ, അവരെക്കാട്ടിലും ഭയങ്കര വിഷലിപ്തമായ രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത്. അഥവാ ഞാനൊരു കാര്യം പറയാം, ഇത് കേൾക്കുന്ന ആൾക്കാരോട് പറയാം. നമ്മുടെ ചുറ്റുപാടിലുള്ള സ്ത്രീകളെ പുരുഷന്മാർ ബഹുമാനിക്കാൻ ഇവിടെ ആരും പഠിപ്പിക്കേണ്ട. സ്വന്തം അമ്മയുടെ അമ്മിഞ്ഞ പാല് കുടിച്ച് വന്ന് പുറത്തിറങ്ങിയ ഒരു പുരുഷനോട് സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിപ്പിക്കാൻ വേണ്ട. എന്നാൽ സ്ത്രീ വിരോധം കൊണ്ട് നടക്കുന്നവന്മാരെ നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനും പാടില്ല. അതോടൊപ്പം തന്നെ പുരുഷ വിരോധം കൊണ്ട് നടക്കുന്ന സ്ത്രീകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അവരെല്ലാം ആശയമാണ് സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ചില ആശയം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ അടുത്ത നമ്മൾ ദിവസങ്ങളിൽ കണ്ടു, KLF ചർച്ച നടക്കുന്നു, KLF വേദിക്കകത്ത് KR മീര പറഞ്ഞ വർത്തമാനം നിങ്ങൾ കണ്ടു. നമ്മൾ ഒരു പെണ്ണിനെ ഇറങ്ങിപ്പോകാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമുക്ക് വിഷമല്ല, കഷായം കലക്കി കൊടുക്കുന്നതിലും തെറ്റൊന്നുമില്ല എന്ന് പറയുന്നു. അവരുടെ എഴുത്തുകളിലും അവർ ഉടനീളം ഇപ്പൊ പറയുന്നത് ആൺവിരോധം നിറയ്ക്കുകയാണ്. എന്നിട്ട് ഭയങ്കര ബുദ്ധിജീവി പറഞ്ഞുകൊണ്ട് ചമഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ പുരുഷന്മാരെ, ആണുങ്ങളെ മുഴുവൻ ജനറൽ സ്റ്റേറ്റ്മെന്റിലേക്ക് നിർത്തിക്കൊണ്ട് ആണുങ്ങൾ മോശക്കാരെന്ന് പറയുക. ആണുങ്ങൾക്ക് പ്രണയിക്കാൻ അറിയില്ല പോലും, ആണുങ്ങൾക്ക് നേരെ ചെയ്യാൻ പാടില്ല, അങ്ങനെ അറിയില്ല, ഇങ്ങനെ അറിയില്ല. അപ്പോൾ സ്വന്തം ജീവിതത്തിലെ ട്രോമകളെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ആൺവിരോധമാക്കി വിടുന്ന ചില ആൾക്കാർ, അവരൊക്കെയാണ് ഇതിന്റെ നമ്മുടെ നവോത്ഥാന നായകരെന്നും സൈദ്ധാന്തികരെന്നും ബുദ്ധിജീവികളെന്നൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന. അതിൽ ഇയാൾ പെടത്തില്ല. ഇയാൾ ശരിക്കും പറഞ്ഞാൽ കൂട്ടത്തിന്റെ ഏറ്റവും മുകളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ആണുങ്ങൾ, നിങ്ങൾ പെണ്ണുങ്ങൾ ആരെങ്കിലും ഞങ്ങളെ ചെറുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടിക്കും, കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഇയാൾ ഈ ചെയ്തേക്കുന്ന കൊലപാതകത്തിന്റെ പേര്, ഇയാളെ പേര് കൊലപാതകം ചെയ്യുമെന്ന് പറയുന്നതിന്റെ പേര് ഇയാളെ പേര് കേസെടുത്ത് ഇയാളെ അകത്തിടാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ ചെയ്യുക. പിന്നെ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് ചില കാര്യങ്ങൾ എനിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ചില കാര്യങ്ങളോട് യോജിപ്പ് തന്നെയാണ്. ഈ വ്യക്തിയൊക്കെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ മെൻസ് അസോസിയേഷൻ സാധനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അയാൾ അല്ലെങ്കിൽ ഈ ഒരു മാധ്യമങ്ങളുടെ മുമ്പിലും പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഒരു സ്പേസ് കൊടുക്കാതെ ഇയാളെ വേണമെങ്കിൽ ഡമ്മിയായിട്ട് നിങ്ങൾ ഇരുന്നതിനപ്പുറം ഇയാളെയൊക്കെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് സംസാരിക്കാൻ വിട്ടു കഴിഞ്ഞാൽ ഉള്ള ആണുങ്ങളും വെറുക്കും, ഇവിടുത്തെ സ്ത്രീജനങ്ങൾ മുഴുവൻ ഇതിനെ വെറുക്കും. അങ്ങനെ ഒരു സംഭവമാണ് ഒരു മെൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നെങ്കിൽ സീരിയസ്ലി ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സീരിയസ്ലി ഇതിപ്പം പുള്ളിക്കാരൻ പറയുന്നില്ല, ഭ്രാന്ത് മൂത്ത് വട്ടായി പോയൊരു സംഭവം തന്നെ അതുപോലെ തന്നെയാണ് തോന്നുന്നത്. എന്തുവാണ് ഈ പറയുന്നത്? മെൻസ് അസോസിയേഷൻ പുരുഷന്മാർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന പുരുഷന്മാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് നീതി ലഭിക്കേണ്ട ആവശ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾ എന്തെങ്കിലും കേസ് കൊടുത്ത് അപ്പോൾ തന്നെ പുരുഷനെ ആദ്യമേ ലോക്ക് ചെയ്യുകയാണ്. എന്താണെന്ന് ചോദ്യം പോലുമില്ല. അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് അവന് ഇര എന്നുള്ളൊരു പേര് കൊടുക്കത്തില്ല, അതിന് പകരം വേട്ടക്കാരൻ എന്നുള്ള പേര് പെട്ടെന്ന് ഇത് കൊടുക്കും. അക്യൂസർ എന്ന് പറയത്തില്ല, പകരം വേട്ടക്കാരനാക്കി മാറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നീതി നിഷേധം സമൂഹത്തിന്റെ അകത്ത് ഇപ്പൊ ഈ ജെൻഡർ വൈസ് തന്നെ നടക്കുന്ന ഡിസ്ക്രിമിനേഷൻ പക്കയായിട്ട് നിയമത്തിന്റെ അകത്ത് പോലും നമുക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആണുങ്ങൾക്ക് കുറെ അധികം കാര്യങ്ങൾ മാറി നിൽക്കേണ്ടി വരുന്നത് ശരിയാണ്. അതൊരിക്കലും സ്ത്രീകളെ വെറുക്കാനുള്ള കാരണമാവരുത്. അത് ചെയ്യുന്ന സ്ത്രീകൾക്ക് നിയമപരമായിട്ടുള്ള ലഭിക്കേണ്ട കാര്യങ്ങൾ അവർക്കെതിരെ ശിക്ഷയായിട്ടൊക്കെ ലഭിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തണം. അതിന് പുരുഷന്മാർക്കും കിട്ടേണ്ട പരിരക്ഷ കിട്ടണം. അത് നിയമം മൂലം നടപ്പിലാക്കപ്പെടണം. അല്ലാതെ നമ്മളെല്ലാവരും വാളെടുത്തുകൊണ്ട് സ്ത്രീകളെ കൊല്ലാൻ വേണ്ടി വരിക. നിങ്ങൾ ആലോചിക്കുക, സ്ത്രീയും പുരുഷനും ഇല്ലായെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കും? നമ്മുടെ എങ്ങനെയാണ് ഇത് ഏത് തരത്തിലേക്കാണ് ഈ മെൻസ് എന്ന് പറഞ്ഞിട്ട് മെൻസിന്റെ ആൾക്കാർ കുറെ പേര് കിടന്ന് അടി കൂടുക, ഫീമെയിൽസിന്റെ ലെവലിൽ നിന്ന് നമ്മുടെ വളരെ മനോഹരമായിട്ടുള്ള ഫെമിനിസത്തിനെ മറ്റൊരു വക്രീകരിച്ചുകൊണ്ട് ആൺവിരോധത്തിന്റെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പടുത്തുക. പിന്നെ
ഇത് ഹിപ്പോക്രൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ഡബിൾ സ്റ്റാൻഡേർഡ് ആൾക്കാരെ കണ്ടിട്ടില്ല. അതായത് ഈ ഗിതു മോഹൻദാസിന്റെ സിനിമ ടോക്സിക് വരാൻ വേണ്ടിയിട്ട് പോകുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ചർച്ചയുടെ സാധനം ജസ്റ്റ് ഒന്ന് കാണിച്ചു. സിനിമയുടെ ടോക്സിക് എന്ന് പറയുന്ന ഒരു ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ സെക്സിസ്റ്റ് ആയിട്ടുള്ള വുമൻ ഒബ്ജക്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു ടീസറാണ് പുറത്തുവിട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് WCC പ്രതികരിക്കാത്തത്? സിയ, ഞങ്ങൾ പ്രതികരിച്ചോ ഇല്ലയോ എന്ന് സിയായ്ക്ക് അറിയത്തില്ല. ഇത് പറയാനാ ഇത്ര താമസം? ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് പല ചർച്ചകളും നടത്തുന്നുണ്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഞങ്ങൾക്കിത് നിങ്ങളോട് എല്ലാരോടും പറയേണ്ട കാര്യമില്ല. ഇതെവിടത്തെ ന്യായം? ഗീതു മോഹൻദാസ് ഇപ്പോഴും ഞങ്ങളുടെ വളരെ ഇമ്പോർട്ടന്റ് മെമ്പർ തന്നെയാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഈ സെക്സിസ്റ്റ് ട്രെയിലേഴ്സ് ഗീതു മോഹൻദാസ് മാത്രമല്ലല്ലോ സെക്സിസ്റ്റ് ട്രെയിലർ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. സെക്സിസ്റ്റ് മെറ്റീരിയൽ കാണുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? അത് കള്ളം പറയുന്നതിന് അങ്ങനെ സമയമൊന്നുമില്ലല്ലോ. അത് ഞങ്ങൾക്ക് ഗീതുവിനോട് വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ? അതായത് അവിടെ പെട്ടെന്ന് ആ നിലപാട് മാറ്റം കണ്ടായിരുന്നോ? ഇതാണ് സംഭവം. അതായത് ഗീതു മോഹൻദാസിനോട് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തോളാം, അത് പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമില്ല. എന്നാൽ കസബയിലെ മമ്മൂട്ടിയുടെ ആ ഒരു സീനിനെ കുറിച്ച് ഇവർക്ക് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു, സെക്ഷലൈസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞ ടീംസാണ് ഇത് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്താണ് ഇവരുടെ ഈ ഇരട്ടത്താപ്പ് എന്നുള്ള കാര്യം. ഇത് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ വട്ടിയൂർക്കാവ് അജിത് ആ പുള്ളിക്കാരന്റെ ഈ ആ ഒരു പരാമർശത്തിനെ നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റത്തില്ല. എന്താ നടക്കുന്നത്? ഇതാ ഇപ്പൊ നോക്കി നോക്കൂ, ഇതാ ഇവർ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. ചില എന്താണ് കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും അല്ല, ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലാതായാൽ ചിലപ്പോൾ അവൾ കുറ്റവാളിയായി തീരും. ആ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ്. ആ കർത്തവ്യം ചെയ്യാതിരിക്കുമ്പോഴാണ് കടമയും കർത്തവ്യത്തിനെ കുറിച്ചൊക്കെയാണ് ഈ പറയുന്ന. ആലോചിച്ച് നോക്കുക, ഇതുപോലെയാണ് ഇവരുടെ ഓരോരോ നിലപാടുകൾ. വെരി ട്രൂ. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ക്ലാഷ് നടക്കുന്ന ഞാൻ ഒരു കാര്യം പറയാം. ഫേക്ക് ആയിട്ടുള്ള ഈ വിമൻ എംപവർമെന്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും അതോടൊപ്പം തന്നെ ഈ വട്ടിയൂർക്കാവ് അജിത്തിനെ പോലെ മെൻസിന് വേണ്ടി നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ അതേ അപ്പുറത്ത് നിൽക്കുന്ന അതേ ആൾക്കാരുടെ അതേപോലെ സ്ത്രീകളെ വെറുക്കുന്ന ആൾക്കാർ, അവിടെ നിന്ന് പുരുഷന്മാരെ വെറുക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ത്രീകളെ വെറുക്കുന്ന ആൾക്കാർ, രണ്ട് പക്ഷവും കൂടെ ചേർന്നുകൊണ്ടുള്ള ഏറ്റുമുട്ടൽ സമൂഹത്തിൽ നടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഹ്യൂമൻസ് ആണ്, മനുഷ്യരാണ്. ഈ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടല്ലാത്ത ഈ നമ്മുടെ ജെൻഡർ ഡിസ്ക്രിമിനേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ കണ്ടെത്തുന്ന ആശയങ്ങൾ ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, പണ്ടത്തെ പാട്രിയാർക്കിയും ഇപ്പോഴും ഉണ്ട്, മെൻസ് കേന്ദ്രീകൃതം തന്നെയാണ്, അതിന് യാതൊരു സംശയത്തില്ല. വിമൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്നും ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമൂഹത്തിന്റെ അരക്ഷിതാവസ്ഥയിലും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് സ്ത്രീകളാണ്. അതിന് യാതൊരു സംശയവുമില്ല. അവർക്ക് തീർച്ചയായിട്ടും നിയമം മൂലം സംരക്ഷണവും അവർക്കുള്ള ശക്തിയും ഒക്കെ കൊടുക്കണം. എന്നാൽ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മൾ സ്ത്രീകളെല്ലാം ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ക്രിമിനൽസിനെ അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് ഈ വഴിതിരിച്ചു വിടാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ ഒറ്റപ്പെടുത്തണം. അവരെ ഒരിക്കലും നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് നമ്മൾ ഒരിക്കലും അവരൊരു മാതൃകയായിട്ട് സ്വീകരിക്കരുത്. അത് KR മീര ആണെങ്കിലും ശരി തന്നെ, വട്ടിയൂർക്കാവ് അജിത് കുമാർ ആണെങ്കിലും ശരി തന്നെ, ഈ രണ്ട് വ്യക്തികളും ഏതാണ്ട് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളെന്നേ പറയാനുള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്, ബൈ.